ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് മാത്രമാണ് ഈഗോ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇത് വളരെയധികം രസകരമായൊരു കാര്യമാണ്. കാരണം ആരോട് ചോദിച്ചാലും അവർക്കൊന്നും ഈഗോ ഇല്ല. പക്ഷേ ഈഗോ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? ആർക്കും ഈഗോ ഇല്ല, എല്ലാവരും നല്ലവരാണ്. പക്ഷേ ഈഗോ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? സത്യം എന്തെന്നാൽ ഈഗോ ഇല്ലാത്തതല്ല, ഈഗോ എല്ലാവർക്കുണ്ട്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലാത്തതാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, വളരെ അപൂർവമായിട്ട് ഒരാൾക്ക് ഈഗോ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്. ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എനിക്ക് ഈഗോ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ. അത് തന്നെ മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. ഈഗോ ഉള്ള ഒരാളുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസമാണ്. ഈഗോ ഉള്ള ഒരാൾ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ഏറ്റവും കഷ്ടമെന്തെന്നാൽ ഈഗോ ഉള്ളൊരു വ്യക്തി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് അയാൾക്ക് തന്നെയായിരിക്കും. കാരണം ഈഗോ ഉള്ളൊരു വ്യക്തി മണ്ടനാണ്. അയാളുടെ ജീവിതം മുഴുവൻ മണ്ടത്തരങ്ങളാണ്. മണ്ടത്തരങ്ങൾ മാത്രമാണ് അയാളുടെ പ്രവൃത്തികൾ. രസകരമായൊരു കഥ പറയാം. പലപ്പോഴും 2.5 മണിക്കൂർ സംസാരിച്ചാലും മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഒരു കൊച്ചു കഥയ്ക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുന്നു. വളരെ ചെറിയൊരു കഥയാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഈഗോ എന്താണെന്നും ഈഗോ സൃഷ്ടിക്കുന്ന മണ്ടത്തരങ്ങൾ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ ഈ കഥ വളരെ വലിയൊരു സഹായമാണ്. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ കാട്ടിൽ ഒരാന നടന്നു വരികയായിരുന്നു. ആന നടന്നുകൊണ്ടിരിക്കവേ അടുത്ത സ്റ്റെപ്പിനായി ആനയുടെ കാല് ഉയർത്തി. പെട്ടെന്നാണ് ആന കാണുന്നത് ആനയുടെ കാലിന് നേരെ താഴെ ഒരു എലി വന്ന് നിൽക്കുന്നുവെന്ന്. അപ്പോൾ തന്നെ ആനയുടെ കാൽ തിരിച്ചു വച്ചു, പുറകിലോട്ട് വച്ചു. എന്നിട്ട് സ്വയം വിചാരിച്ചു, ഭാഗ്യം, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ, ഒരു നിമിഷം വൈകിപ്പോയിരുന്നുവെങ്കിൽ, അറിയാതെ ആണെങ്കിൽ പോലും ഒരു സാധു ജീവി എൻ്റെ കാലിനടിയിൽ ചതഞ്ഞു മരിച്ചേനെ. ഒരു വലിയ പാപം ചെയ്യുന്നതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. മഹാഭാഗ്യം. ഇങ്ങനെ സ്വയം ഉള്ളിൽ ആശ്വസിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ആന ആ എലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ ഒരു കുഞ്ഞെലിയാണ്. ആനയ്ക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല. എലിയെ ചെറുതാക്കി കാണിക്കണമെന്ന് ആനയ്ക്കുണ്ടായിരുന്നില്ല. ആന എലിയെ കളിയാക്കിയതല്ല. വളരെ സ്നേഹത്തോടെയാണ് ആന പറഞ്ഞത്, നീ ഒരു കുഞ്ഞെലിയാണെന്ന്. അത് സത്യവുമാണ്. ഇത് കേട്ടപ്പോൾ എലി പറഞ്ഞ മറുപടി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എലി പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ 2 ദിവസമായി എനിക്ക് അത്ര സുഖമില്ല. എൻ്റെ ആരോഗ്യം അത്ര നല്ല നിലയിലല്ല. എൻ്റെ വണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ കുറച്ച് ചെറുതായി എന്ന്. എലി പറയുന്ന മണ്ടത്തരം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എലി പറയുന്നത് 2 ദിവസമായിട്ട് സുഖമില്ല, അതുകൊണ്ട് വണ്ണം കുറച്ച് കുറഞ്ഞു എന്നാണ്. അതായത് 2 ദിവസം മുൻപ് വന്നിരുന്നുവെങ്കിൽ ആനയും എലിയും ഏതാണ്ട് ഒരേ വലുപ്പമായിരുന്നു അത്രേ. ഇതാണ് ഈഗോ സൃഷ്ടിക്കുന്ന പ്രശ്നം. ഈഗോ നിങ്ങളെ ഒരു മണ്ടനാക്കും. നിങ്ങൾക്ക് കണ്ണുണ്ടാവും, പക്ഷെ നിങ്ങളൊന്നും കാണില്ല. ചെവിയുണ്ടാവും, പക്ഷെ ഒന്നും കേൾക്കാൻ സാധിക്കില്ല. തലയുണ്ടാവും, പക്ഷെ അത് പ്രവർത്തിക്കില്ല. ഈഗോ ഒരു കർട്ടൻ ഇടും. നിങ്ങൾക്കും വെളിച്ചത്തിനുമിടയിൽ ഒരു കർട്ടൻ. ഇരുട്ടിൻ്റെ ജീവിതമാണ് ഈഗോയിലെ ജീവിതം. ഈഗോ ഉള്ളൊരു വ്യക്തി ചെയ്യുന്നതെല്ലാം മണ്ടത്തരമായിരിക്കും. ഇതയാൾക്ക് തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുക്കും. വളരെ അപൂർവമായിട്ട് തിരിച്ചറിയുകയുള്ളൂ. തിരിച്ചറിയുന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്. പറഞ്ഞല്ലോ, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈഗോ ഉണ്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. കാരണം ഒരല്പമെങ്കിലും ശ്രദ്ധ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒരല്പമെങ്കിലും വെളിച്ചം ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. ആത്മാർത്ഥതയുള്ളവർ മാത്രം ചോദിക്കുന്ന ചോദ്യമാണ്, ഈഗോ എങ്ങനെ ഇല്ലാണ്ടാക്കാം? ചില ആൾക്കാർ ഈഗോയെ തോൽപ്പിക്കാൻ പറയാറുണ്ട്. പക്ഷേ ഇതൊരു തെറ്റായ മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നാറ്. കാരണം ഈഗോയെ തോൽപ്പിക്കുക എന്നത് വളരെ പ്രയാസമാണ്. ഇരുട്ടിനെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് കരാട്ടെ അറിയാം, നിങ്ങൾക്ക് കുങ്ഫു അറിയാം. നിങ്ങൾക്ക് ഇരുട്ടിനെ ഇടിച്ചു തോൽപ്പിക്കാൻ സാധിക്കുമോ? വാള് വെച്ച് വീശി നിങ്ങൾക്ക് ഇരുട്ടിനെ കൊല്ലാൻ സാധിക്കുമോ? സാധ്യമല്ല. ഇരുട്ടിനെ ഇല്ലാണ്ടാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഒരു വിളക്ക് കൊണ്ടുവരിക. ഇരുട്ട് താനെ അപ്രത്യക്ഷമാകുന്നു. ഇത് തന്നെയാണ് ഈഗോയ്ക്കുമുള്ള സൊല്യൂഷൻ. ഒരല്പം വെളിച്ചം കൊണ്ടുവരിക. ബോധമെന്ന വെളിച്ചം.
ബോധമുള്ള ഒരാൾക്ക് ഒരിക്കലും ഈഗോ ഉണ്ടാവില്ല. വെളിച്ചമുള്ളിടത്ത് ഒരിക്കലും ഇരുട്ടുണ്ടാവില്ല. ഇരുട്ടും വെളിച്ചവും ഒരിക്കലും ഒന്നിച്ചുണ്ടാവില്ല. അത് അസാധ്യമാണ്. അതുപോലെ തന്നെയാണ് ഈഗോയും ബോധവും. ബോധമുള്ളൊരു വ്യക്തിക്കുള്ളിൽ അല്പം പോലും ഈഗോ ഉണ്ടാവില്ല. അത് അസാധ്യമാണ്. കൂടുതൽ ബോധവാനാവുക, അതാണ് ഈഗോയ്ക്കുള്ള സൊല്യൂഷൻ.